ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ്, കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. കേരളത്തിലത്തെയാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, കൂടുതൽ വലിച്ചു നിർത്തുന്നില്ല, ഡയറക്റ്റ് മാറ്ററിലേക്ക് കടക്കാം നമുക്ക്. സോ ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് KSMART, KSMART, KSMART ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന സൈറ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കിട്ടുന്ന ലിങ്ക്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡിൻ്റെ ലിങ്ക് കിട്ടും. ആ ലിങ്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. സോ ഇതിൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഇതിൽ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി, ജെൻഡർ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ മദറിൻ്റെ പേര്, ഇത്രയാണ് വേണ്ടത്. ഓക്കെ, KSMART ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് ഫസ്റ്റ് ഓപ്പൺ ആയി തന്നെ എടുക്കാം. അതിൽ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. എളുപ്പമാണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ. സോ ഓരോന്നായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് തൃശ്ശൂരാണ്, ലോക്കൽ ബോഡി ഞാൻ കൊടുത്തിരിക്കുന്നത് തൃശ്ശൂരാണ്. നിങ്ങളുടെ സ്ഥലത്തനുസരിച്ചിട്ട് അത് കൊടുക്കുക കേട്ടോ. ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പൽ കോർപ്പറേഷൻ കൊടുത്തു, ജെൻഡർ മെയിൽ കൊടുത്തു. അവനവൻ്റെ സ്ഥലത്തിനനുസരിച്ചിട്ട് ഡിസ്ട്രിക്റ്റും ലോക്കൽ ബോഡി ടൈപ്പൊക്കെ കൊടുക്കാം. പിന്നെ ജെൻഡർ എന്താണെങ്കിലും മെയിലാണോ ഫീമെയിലാണോ എന്നാണ് പിന്നെ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അടുത്തത് എൻ്റർ ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞാൽ മദറിൻ്റെ നെയിമും കൂടെ എൻ്റർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ എൻ്റർ ചെയ്യാനായിട്ട്. ഡേറ്റ് ഓഫ് ബർത്തും കൂടെ എൻ്റർ ചെയ്യാം, മദറിൻ്റെ നെയിം എൻ്റർ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ കാണുന്ന സെർച്ചിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് സെർച്ചിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുകളിലായിട്ട് സർട്ടിഫിക്കറ്റ് ഫെച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് വരും. സോ നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴേക്ക് എടുക്കുമ്പോൾ സെർച്ച് എന്ന് കണ്ടില്ലേ നേരത്തെ, അതിൻ്റെ താഴേക്ക് എടുക്കുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വ്യൂ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് വരും. അപ്പം നമുക്ക് വ്യൂ ചെയ്യാം ഫസ്റ്റ്. സോ നമ്മൾ അതിൽ കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബർത്ത് ഇൻഫർമേഷൻസ് ജസ്റ്റ് ഒന്ന് കറക്റ്റാണെന്ന് നോക്കാം. അത് തന്നെയാണ് നമ്മുടെ ഡീറ്റെയിൽസ്. സോ അത് നോക്കാം, എന്നിട്ട് വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സോ ഇതിൽ വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാണാം. അതിൻ്റെ മുകളിൽ തന്നെയായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള അതിങ്ങനെ ഒരു ആരോ പുരവില്ല, ഡൗൺലോഡ് ചെയ്യുന്ന സിമ്പിള്, ആ സിമ്പിളൊക്കെ എടുക്കുന്നുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ ഭയങ്കര എളുപ്പമാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്താൽ മതി. അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി അയച്ചു കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് സോഫ്റ്റ് കോപ്പി അയച്ചു കൊടുക്കാം. പണ്ടത്തെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ താങ്ക് യു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻസ് നമുക്ക് ഇതായിട്ട് ഇനിയും വരാം കേട്ടോ.